ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ വരുന്നത് ഈവനിങ് ആണെങ്കിലും ഇത് രാവിലെയാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ പാസ്സാക്കി ഇതാ നേരെ അടുക്കളയിലോട്ട് വന്നതാട്ടോ. അപ്പോൾ കതവ് തുറന്നപ്പോഴേ കണ്ടത് നമ്മുടെ തുണികളാണ്. ഇന്നലെ ഒരു ലോഡ് തുണികൾ ഞാൻ നനച്ചിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ പറയാനൊന്നുമില്ല, ഒരു ലോഡ് പാത്രങ്ങളും കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇനി കഴുകി വെക്കണം. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. എന്താണെന്നറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല റീച്ചെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്. നല്ല കമൻ്റൊക്കെ എടുക്കുകയും മോശം കമൻ്റൊക്കെ കിട്ടുന്നെങ്കിൽ അതങ്ങ് തള്ളിക്കളയുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഈയിടെയായിട്ട് ഇച്ചിരി മടി കൂടിയിട്ടുണ്ടേ. കുറച്ച് ദിവസം പനിയും വയ്യാഴികയും നടുവേദനയും പീരീഡ്സിൻ്റെ വയ്യാഴികയും ഒക്കെ ആയിട്ട് കിടപ്പായതിന് ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേനും മടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഇങ്ങനെ എന്താ പറയുക, റെസ്റ്റ് എടുത്ത് കിടന്നതുകൊണ്ടായിരിക്കാം കുറച്ച് മടിയൊക്കെ വന്നിട്ടുണ്ട്. അതിന് പയ്യെ മാറ്റിയെടുക്കണം. കാരണം വേറൊന്നുമല്ല, നീലൂട്ടൻ സ്കൂളിൽ പോവാറായി, LKG സ്റ്റുഡൻ്റ് ആയി കേട്ടോ അവൻ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇന്ന് നീലൂസിൻ്റെ സ്കൂളിൽ പോകണം. ടെക്സ്റ്റ് ബുക്കും പിന്നെ അവൻ്റെ യൂണിഫോമിൻ്റെ കാര്യങ്ങളും പിന്നെ വാന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാവല്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ സോക്സ്, ബെൽറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കാനും എടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. മെയിനായിട്ടും പുസ്തകം പിന്നെ വാനിൻ്റെ കാര്യം പറയാനായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടുന്നത് കൊണ്ട് രാവിലെ കുറച്ച് എഴുന്നേൽക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഈ നേരത്തൊന്നും എണീറ്റാൽ പോരാ. ഈ നേരം ആവുമ്പോഴത്തേനും എല്ലാം റെഡിയായി നീലൂസ് പോയി കഴിയും കേട്ടോ. അടുത്ത തിങ്കളാഴ്ച തൊട്ട്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചെറുക്കൻ വലുതാവലേ ഒരു ഒന്നൊന്നര വലുതാവലായിപ്പോയി. എത്ര പെട്ടെന്നല്ലേ ചെറുക്കൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അംഗൻവാടി പോയപ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ദാ സ്കൂളിൽ പോയി തുടങ്ങാറാവുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഇത്രയ്ക്കധികം എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ, എല്ലാ പിള്ളേരും എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയല്ലേ എന്ന്. പക്ഷേ എനിക്കെന്തോ ഇതെല്ലാം അവൻ്റെ കാര്യത്തിലാണേലും എൻ്റെ കാര്യത്തിലാണേലും ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിലാണേലും എന്തൊരു കുഞ്ഞു കാര്യം സംഭവിച്ചാലും മാറ്റങ്ങൾ വന്നാലും എനിക്കതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ആയിരിക്കും ഞാൻ കാണുന്നത് കേട്ടോ. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഓവറായിട്ടും ഒക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അതെൻ്റെ കുറ്റമല്ല, അത് തോന്നുന്നവരുടെ കുറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയെങ്കിലും ഞാൻ നേരത്തെ എഴുന്നേറ്റത്. ഇല്ലെങ്കിലൊരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റൊട്ടീനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. കാരണം അടുത്ത തിങ്കളാഴ്ച തൊട്ടിനി രാവിലെ എണീക്കണം. വെളുപ്പിന് എഴുന്നേറ്റല്ലേ പറ്റത്തുള്ളൂ. സ്നാക്സും ലഞ്ച് ബോക്സും ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് ഒരു ലിസ്റ്റ് തന്നെ വാട്സപ്പിൽ സ്കൂളിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴത്തേനും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ കുഴപ്പമില്ല, അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നിനി സ്കൂളിലോട്ട് പോകണം. അപ്പോൾ രാവിലെ ഉപ്പുമാവാണ്. കഴിഞ്ഞ ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കിയ കഥ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് പൊട്ടിച്ചിട്ടില്ലായിരുന്നു, അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ തേങ്ങ ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ അതാ ഒരു കട്ടൻ എടുത്തിട്ടുണ്ട്, ലൈറ്റായിട്ട് കടുപ്പത്തിൽ ലൈറ്റായിട്ട് മധുരത്തിലൊരു കട്ടൻ എടുത്തിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ ഗ്യാസ് ഉരുണ്ട് കയറുമായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലൈറ്റ് കട്ടൻ അങ്ങ് ഇട്ട് കുടിക്കാമെന്ന്. സാധാരണ ഞാനങ്ങനെ രാവിലെ കട്ടൻ കുടിക്കുന്ന ഒരു ശീലമില്ല. മധുരമില്ലാത്ത ചായയായിരിക്കും ഞാൻ കുടിക്കുന്നത്.
പക്ഷേ ഇപ്പം ഒരു കട്ടൻ കുടിക്കാൻ തോന്നി, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പിന്നെ സവാളയും പച്ചമുളകും മാത്രമേ ഉള്ളായിരുന്നു ഇടാൻ. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. ക്യാരറ്റോ വെജിറ്റബിൾസ് വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ വഴറ്റിയിട്ട് അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഇന്നൊരു ലൈറ്റ് മഞ്ഞ കളറിലുള്ള ഉപ്പുമാവാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും സാധാ റവയുടെ കളർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് തേങ്ങ തിരുവിയത് ആദ്യമേ ഞാനങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറന്നു പോയായിരുന്നു തേങ്ങ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉപ്പുമാവ് റെഡി ആയതിന് ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം അബദ്ധം ഞാൻ എന്താ പറയുക കാണിച്ചിട്ടില്ല. എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഉപ്പിടുന്ന കാര്യത്തിൽ ഞാൻ ഇത്തിരി പുറമോട്ടാണേലും ഇപ്രാവശ്യം ഉപ്പൊക്കെ എന്തോ കറക്റ്റായി കേട്ടോ. ചക്ക വീണു മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ എൻ്റെ ഉപ്പിടിയിൽ. ശരിയാവാൻ ചിലപ്പോൾ ശരിയാവാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അടച്ചു വെച്ചു. അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവിൻ്റെ കഥ. രാവിലെ ഉപ്പുമാവും ഇന്നലെ വീട്ടിൽ നിന്ന് പിന്നെ ചിക്കൻ കറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, കാപ്പി ഉണ്ടാക്കുന്നത് ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങളും കൂടി പറയുന്നേ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ. എന്തായിരുന്നു കാപ്പി, എന്തായിരുന്നു ലഞ്ചിന്, മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് പോവാട്ടോ. എനിക്ക് ചായയും ചേട്ടായിക്ക് കോഫി മതി എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പോൾ ചേട്ടായിക്കുള്ള കോഫിയും എനിക്കുള്ള ചായയൊക്കെ ഇടാനായിട്ട് പോവുക. പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഇത്തിരി പാടാവും. പിന്നെ ഞാനത് വളരെ എളുപ്പമാക്കാൻ വേണ്ടി ഓരോരോ എളുപ്പപ്പണികൾ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ മിനുക്ക് പണികൾ, ടിപ്സ്, ഐഡിയാസൊക്കെ എൻ്റെ രീതിയിലുള്ളതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് റബ്ബർ ഇട്ടിട്ട് കെട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കുവാന്നേ. അങ്ങനെ കോഫിയും ചായയും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട്. എന്നെപ്പോലെ വീഡിയോസ് ഇടുന്ന ഒരുപാട് പേര് യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസും വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ടൈം കിട്ടുമ്പോൾ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഒരു വീഡിയോ കണ്ട് തീർക്കാൻ തന്നെ ഞാൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ആയിരിക്കും കണ്ട് തീർക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ജോലിയായിട്ട് അതിൻ്റെ പുറകെ പോവും, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ വന്നിട്ട് മൊബൈൽ ഓപ്പൺ ആക്കുമ്പോഴായിരിക്കും കാണുന്നത്, അയ്യോ ഈ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന്. പിന്നെ ബാക്കി എടുത്ത് വെച്ച് കാണും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് വേറൊന്നുമല്ല കേട്ടോ, കൈകൊട്ടിക്കളിയൊന്നുമല്ല, ഈച്ചേനെ ഓടിക്കും കേട്ടോ. ഈച്ചേനെ ഓടിച്ച് പുറത്തോട്ടാക്കിയിട്ട് പെട്ടെന്ന് ഞാനങ്ങ് കതക് അടയ്ക്കും. ഇല്ലെങ്കിൽ ഭയങ്കര ശല്യമായിരിക്കും. നമ്മുടെ ഹാളിലോട്ടൊക്കെ അങ്ങ് ഈച്ച കയറും കേട്ടോ. അങ്ങനെ ചേട്ടായിക്ക് കോഫി ഇട്ടതിന് ശേഷം എനിക്കും ചായ ഇട്ടിട്ട് കുടിച്ചു. അങ്ങനെ നീലൂസ് എണീറ്റു. ചായ ഇട്ടപ്പോഴത്തേനും നീലൂസിനെ കുളിപ്പിച്ച് പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് ഒരുക്കി കേട്ടോ. അവനെ ആദ്യമേ അങ്ങ് ഒരുക്കി, എന്നിട്ട് വേണം എനിക്കിനി ഒരുങ്ങാൻ പോവാം. അവന് ഉപ്പുമാവ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ നേരെ ഒരുങ്ങാനായിട്ട് പോകും കേട്ടോ. അങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ട് മുടി ചീകിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ അവൻ സുന്ദരക്കുട്ടപ്പനായി. ഇനി ഞാൻ പോയി ഒരുങ്ങട്ടെ കേട്ടോ. എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ സ്കൂളിലോട്ട് വിടാനായിട്ടുള്ള പ്ലാനിങ് ആണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഒരു 5-10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ഈ ടോപ്പ് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനും ഇടുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അവിടെ ചെന്നപ്പം
സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് പോവാനായിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ നീലൂട്ടിനെ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കളിക്കാനായിട്ട് പോയപ്പോൾ അവനൊരു കൂട്ടുകാരിയും കിട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഊഞ്ഞാലാടുകയും ഒക്കെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ സ്കൂളിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ക്ലാസ് റൂമുകളാണ് കേട്ടോ ബാക്കിലോട്ട്. അപ്പോൾ നീലൂസിൻ്റെ ഇനിയുള്ള ജീവിതം ഒക്കെ പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ അധിക സമയവും ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കളിക്കാനായിട്ട്. അവൻ്റെ വിചാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇരുന്ന് എപ്പോഴും കളിക്കാം എന്നൊക്കെയുള്ള മൈൻഡാണ് ഇപ്പോഴും. പക്ഷേ സ്കൂൾ എന്താണ്, സ്കൂളിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, റൂൾസ് എങ്ങനെയാണ് എന്നൊക്കെ അവൻ മനസ്സിലാക്കി വരുമ്പം ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ വന്ന് വരാനും സ്കൂളിൽ വരാനും. വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നേരം വിളിച്ചിട്ട് വന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ യൂണിഫോം ഇന്ന് കിട്ടിയില്ല കേട്ടോ. യൂണിഫോം ഇനി ഈ ആഴ്ച തന്നെ അവർ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും പോയി യൂണിഫോം വാങ്ങണം. എന്താ കളറെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതും കാണാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി കേട്ടോ. മാത്സും ഇംഗ്ലീഷും EVSും ഒരു ടെക്സ്റ്റാട്ടോ. അത് 3 ടേമായിട്ട് 3 ടേമിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 3 വിഷയം കേട്ടോ. ഒരു ടെക്സ്റ്റിൽ തന്നെ 3 വിഷയം. പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്, കളറിങ് ബുക്ക്, അങ്ങനെ കുറച്ച് 2 ബുക്കുകളും ടെക്സ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴേ ഭയങ്കര ത്വരയായിരുന്നു കേട്ടോ വായിക്കാനും ഒക്കെ ആയിട്ട്. ഞാനും ഓരോന്നൊക്കെ വായിച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കണ്ട ഒരു സംഭവമായിരുന്നേ, നമ്മുടെ കാർട്ടൂൺ പാട്ടുണ്ടല്ലോ, നീലൂസിന് പണ്ട് കുഞ്ഞിലെ ഇട്ട് കൊടുത്തിരുന്ന കാർട്ടൂൺ പാട്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതിശയമായിപ്പോയി. ഡാഡി ഫിംഗർ വേർ ആർ യു, ആ പാട്ട് കണ്ടില്ലേ, അത്. അങ്ങനെ ഞാൻ അവന് അത് കാണിച്ചു കൊടുത്തിട്ട് അത് പാടിക്കൊടുത്തപ്പോൾ അവനും ഭയങ്കര എന്നെക്കാട്ടിൽ എക്സൈറ്റ്മെൻ്റ് ആയി. അവനും അത് ഇതിനകത്തോ കാർട്ടൂൺ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനതിലെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിൽ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ 2 സോക്സ് വന്നിട്ടുണ്ട്. യൂണിഫോമിൻ്റെ കൂടെയുള്ള 2 സോക്സ് ആട്ടോ. 2 ജോഡി സോക്സ് ഉണ്ട്. 2 ജോഡി തിങ്കളും ചൊവ്വയും വ്യാഴവും വെള്ളിയും ഒരു യൂണിഫോം 2 ജോഡിയുണ്ട്. പിന്നെ ബുധനാഴ്ച വേറൊരു യൂണിഫോമാണ്, അതൊരു ജോഡിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബെൽറ്റും 2 സോക്സും തന്നിട്ടുണ്ട്. ഇനി യൂണിഫോം മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് കിട്ടാനുള്ളത്. പിന്നെ നമുക്കിനി പോയി പർച്ചേസ് ചെയ്യാനുണ്ട്. ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഷൂ വാങ്ങാനുണ്ട്, ബാഗ്, ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, സ്നാക്ക് ബോക്സ്, അങ്ങനെ കുറച്ച് ബോക്സുകളും ബുക്കുകൾ വാങ്ങിച്ചിട്ടില്ല. മെയിനായിട്ടും ബുക്കുകൾ വാങ്ങാനുണ്ട്. ബുക്കിൻ്റെ ലിസ്റ്റ് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എത്രയൊക്കെ ബുക്കാണ് വാങ്ങിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ബുക്കാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി പർച്ചേസ് ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കി എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് അങ്കത്തട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. അത് വന്നിട്ട് കഴുകി വെച്ചു. പിന്നെ ഉച്ചക്കലത്തേന് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നെത്തോലി മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് നെത്തോലി മീൻകറിയും മീൻ വറുത്തതും പയർ മെഴുക്കുവരട്ടിയും ആണ് കേട്ടോ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ മുളക് പൊടി ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. കാശ്മീരി മുളക് പൊടി വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് തട്ടിയിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അതും തട്ടിയിട്ടു. പിന്നെ മല്ലിപ്പൊടി എടുക്കണമായിരുന്നു, മല്ലിപ്പൊടിയും എടുത്തു. മീൻകറിക്കുള്ളത് അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയി മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ കട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകുന്നില്ല, അകത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യട്ടോ. എപ്പോൾ വേണേലും മഴ പെയ്യാം, നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അകത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരപ്പെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്ത ഉടനെ വന്നിട്ട് അടപ്പയിലോട്ട് അങ്ങ് വെച്ചാൽ മതിയല്ലോ, അത് അവിടെ ഇരുന്ന് വെന്തോളും. ആ ഒരു ഐഡിയ തോന്നി. പിന്നെ മനസ്സിൽ മൊത്തം നെത്തോലി ഇനി എപ്പോൾ വെട്ടിത്തീരാനാന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ അത്രയ്ക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെട്ടിത്തീർന്നു. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് പെട്ടെന്ന് വെട്ടിത്തീർന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ചൂര, അയില, അങ്ങനത്തെ ടൈപ്പ് മീനുകളൊക്കെയാണ് വെട്ടാനായിട്ട് കൂടുതൽ ഇഷ്ടം. കാരണം അത് പെട്ടെന്ന് തീരുമല്ലോ, വലിയ മീനായതുകൊണ്ട്. പക്ഷേ ഈ നെത്തോലിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണെങ്കിലും നെത്തോലി ആണെങ്കിലും ഏത് കുഞ്ഞൻ മീനാണെങ്കിലും പെട്ടെന്ന് വെട്ടി തീർക്കാമെന്നുള്ളതേ ഉള്ളെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ
അതും അങ്ങോട്ട് അടുപ്പത്താക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പയർ കഴുകി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പയർ അമ്മ ഇന്നലെ വീട്ടിൽ പോയിട്ട് വന്നപ്പം അമ്മ തന്നു വിട്ടതാണ് കേട്ടോ. അമ്മ 50 രൂപയ്ക്ക് പയർ വാങ്ങിച്ചു. ഒരു കെട്ട് 10 രൂപ എന്തോ ആയിരുന്നു. അവിടെ ഒരു ആൻറ്റി കൊണ്ടുവരും, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അങ്ങനെ അതും എടുത്ത് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വറക്കാനുള്ളത് ഞാൻ പുരട്ടി വെക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതായി ഉഴുന്ന് തട്ടിയിട്ടിട്ടില്ലായിരുന്നു. ഞാൻ പൊട്ടിച്ച് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുത്തതായിരുന്നു. അങ്ങനെ തട്ടിയിട്ടില്ലായിരുന്നു പാത്രത്തിൽ. അങ്ങനെ അത് തട്ടിയിട്ടു, 2 പാത്രത്തിലായിട്ട് തട്ടിയിട്ടു. ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ ഇരിക്കും, ഞാൻ മടി പിടിച്ചിരിക്കുകയും ചെയ്യും, അതവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്നങ്ങ് പയർ മെഴുക്ക് പുരട്ടിയാക്കിയിട്ട് അത് കോരി വെച്ചിട്ട് പെട്ടെന്ന് മീനും കൂടി അങ്ങ് വറുത്തു. അപ്പോഴത്തേനും ഇതാ ഫ്ലാഷ് ലൈറ്റാണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. കറണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ കേട്ടോ. വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയില്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വൈകിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു.